7 ദിവസം മാത്രമാണ് കേരളം പോളിംഗ് സ്റ്റേഷനിലെത്താൻ അവശേഷിക്കുന്നത്. ഈ സമയം രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യുന്ന മണ്ഡലമാണ് നേമം മണ്ഡലം. ബിജെപിയുടെ A+ മണ്ഡലവും അവരുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജനവിധി തേടുന്നതുമാണ് തിരുവനന്തപുരം നഗരത്തിലുള്ള നേമം മണ്ഡലം. ഗ്രാസ് റൂട്ട് ലെവലിൽ RSS പ്രവർത്തനമുള്ള മണ്ഡലമാണ് നേമം. മോദി പ്രഭാവം ഉണ്ടാകും മുൻപ് തന്നെ ബിജെപിക്ക് വേരോട്ടം ലഭിച്ച മണ്ഡലമാണിവിടം. അന്നുവരെ കോൺഗ്രസിന് കരുത്തുണ്ടായിരുന്ന നേമത്ത് മണ്ഡല പുനർനിർണയത്തോടെയാണ് ബിജെപിക്ക് ശക്തി വർദ്ധിച്ചത്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടെ ഏത് തെരഞ്ഞെടുപ്പിലും UDF 3-ാം സ്ഥാനത്താണ്. അവസാനമായി UDF-നായി ഇവിടെ വിജയിച്ച N. ഷട്ടൻ ഇത്തവണ തൊട്ടടുത്തുള്ള കാട്ടാക്കട മണ്ഡലത്തിലാണ് ജനവിധി തേടുന്നത്. 80% ഹിന്ദു വോട്ടുകളും 30,000-ലധികം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടുകളും ചേർന്ന മണ്ഡലമാണ് നേമം. 2011 മുതൽ 2021 വരെ 2 തെരഞ്ഞെടുപ്പിലും UDF ഘടകകക്ഷികളായ JDU-വിനും സോഷ്യലിസ്റ്റ് ജനതാദളിനുമാണ് ഇവിടെ സീറ്റ് നൽകിയത്. 2011 മുതൽ ഇന്നുവരെ 2 തവണ ഇടതുപക്ഷത്തെയും ഒരിക്കൽ BJP-യും നേമം സഭയിൽ പിന്തുണച്ചു. 2011 മുതൽ ഇടതുപക്ഷത്തിനായി നേമത്ത് മത്സരിക്കുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടിയാണ്. ഇടതുപക്ഷം വിജയിക്കുമെന്ന കാര്യത്തിൽ അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസം പുലർത്തുന്നു. വിദ്യാഭ്യാസ മന്ത്രിയായ സമയത്ത് അദ്ദേഹം കുട്ടികളുടെ മന്ത്രിയപ്പൂപ്പനായിരുന്നു. മണ്ഡലത്തിൽ 23 സർക്കാർ സ്കൂളുകൾ ഉള്ളതിൽ 17 മികവുറ്റതാക്കിയതും നഗരത്തിലെ മുടവൻമുകൾ പാലം അടക്കം പണിതതും ഉയർത്തിക്കാട്ടി തന്റെ ആത്മവിശ്വാസം മന്ത്രി പ്രകടിപ്പിക്കുന്നു. ആദ്യ മത്സരത്തിന് ഇല്ല എന്ന് പ്രഖ്യാപിച്ചിരുന്ന ശിവൻകുട്ടി പിന്നീട് മത്സരത്തിന് ഇറങ്ങുകയായിരുന്നു. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് നേമത്ത് LDF-ന് 400 വോട്ടിന്റെ മുന്നേറ്റമുണ്ടായിരുന്നു. തൊട്ടടുത്ത വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരനെ 3949 വോട്ടിന് തോൽപ്പിച്ച് ശിവൻകുട്ടി നിയമസഭയിലെത്തി. പിന്നീട് മന്ത്രിയുമായി. അന്ന് അവസാന നിമിഷം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത UDF സ്ഥാനാർത്ഥിയായ K. മുരളീധരൻ നിർണായകമായി. ഇത്തവണ അരുവിക്കര മുൻ MLA-യും നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറുമായ KS ശബരീനാഥനെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. അന്തരിച്ച G. കാർത്തികേയന്റെ മകനായ ശബരീനാഥനെ നേമത്ത് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മണ്ഡലത്തിൽ നഷ്ടമായ പ്രതാപം തിരികെ പിടിച്ച് വിജയിച്ചു കയറാമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF ആത്മവിശ്വാസത്തിന് ശക്തിയേകാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയ സംസ്ഥാനത്തെ CPM BJP ഡീൽ വിവാദത്തിലെ പ്രധാന കേന്ദ്രം തന്നെയാണ് നേമം. 10 മണ്ഡലങ്ങളിൽ CPM-നെ ജയിപ്പിക്കാൻ CPM BJP ഡീലുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് ആദ്യം ആരോപിച്ചത്. റാന്നിയും കോന്നിയും അടക്കം വിവിധ മണ്ഡലങ്ങളിലും ഡീലുണ്ടെന്ന് അദ്ദേഹം ഇന്നും ആരോപിക്കുന്നു. ഈ ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകാൻ BJP അധ്യക്ഷൻ ബാധ്യസ്ഥനാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചപ്പോൾ 22,000-ലധികം വോട്ടുകളും ലീഡും പോൾ ചെയ്തതിൽ 45% അദ്ദേഹം നേടി. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് 1/3 കുറഞ്ഞെങ്കിലും ലീഡ് ഇപ്പോഴും BJP-ക്കാണ്. ഈ കരുത്ത് ചോർന്നില്ലെന്ന് അദ്ദേഹത്തിന് തെളിയിച്ചേ മതിയാകൂ. ശക്തി BJP-ക്കെങ്കിലും സ്ഥാനാർത്ഥി കരുത്തുകൊണ്ട് പ്രവചനാതീതം തന്നെയാണ് ഇത്തവണത്തെ നേമത്തെ മത്സരം. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലത്തിൽ ലഭിക്കുന്ന സ്വീകാര്യതയുടെയും UDF നേടുന്ന വോട്ടിനെയും അടിസ്ഥാനത്തിലായിരിക്കും 2026-ലെ നേമത്തെ വിജയം. കോർപ്പറേഷനിലെ 23 വാർഡുകൾ ഉൾപ്പെടുന്നതാണ് നേമം മണ്ഡലം. കേരളത്തിൽ BJP ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലമാണിത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് അംഗം കുറിക്കാൻ കച്ചകെട്ടിയിറങ്ങുന്നത്. 2011 മുതലാണ് പുതിയ നിയമമണ്ഡലം നിലവിൽ വന്നത്. BJP-ക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖർ രംഗത്തിറങ്ങുമ്പോൾ LDF-ന് വേണ്ടി V. ശിവൻകുട്ടി തന്നെയാണ് പോരാട്ടത്തിനിറങ്ങുന്നത്. UDF-ന് വേണ്ടി KS ശബരീനാഥാണ് ഇത്തവണത്തെ നേമത്ത് മത്സരത്തിനിറങ്ങുന്നത്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ആദ്യമായി വിജയിച്ച മണ്ഡലമെന്ന പ്രത്യേകതയും നേമത്തിനുണ്ട്. 2016-ൽ O. രാജഗോപാൽ BJP-ക്ക് വേണ്ടി ആദ്യമായി നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറക്കുകയായിരുന്നു. UDF ഘടകകക്ഷി സ്ഥാനാർത്ഥിയായ V. സുരേന്ദ്രൻ പിള്ളയ്ക്ക് 9.70% വോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. UDF-ന് ലഭിക്കേണ്ടിയിരുന്ന വോട്ട് BJP-ക്ക് പിടിച്ചതുമൂലമാണ് രാജഗോപാലിന് 47.46% വോട്ട് ലഭിച്ചത്. V. ശിവൻകുട്ടിക്ക് 43.39% വോട്ടാണ് 2016-ൽ ലഭിച്ചത്. മുഖ്യ പാർട്ടിയുടെ ശക്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്നതിന് പകരം ഘടകകക്ഷികളുടെ ദുർബലനായ സ്ഥാനാർത്ഥിയെ UDF മത്സരിപ്പിച്ചതിലൂടെയുണ്ടായ സാഹചര്യം അനുകൂലമാക്കിയാണ് 2016-ൽ O. രാജഗോപാൽ BJP-ക്ക് വേണ്ടി ആദ്യമായി നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറന്നത്. 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയ BJP-ക്ക് നേമം മണ്ഡലത്തിൽ ഉൾപ്പെട്ട വാർഡുകളിൽ 6,000-ലേറെ വോട്ടിന്റെ മേൽക്കൈയാണ് നേടിയിരുന്നത്. ഈ ആത്മവിശ്വാസത്തിലാണ് പാർട്ടി അധ്യക്ഷൻ തന്നെ രംഗത്തിറങ്ങുന്നത്. നേമം മണ്ഡലം ഇടതുമുന്നണിക്കും BJP-ക്കും ഒരേപോലെ സാധ്യതയുള്ള മണ്ഡലമാണെന്നാണ് പറയുന്നത്. 2011 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ നൽകുന്ന സൂചന ഇത്തരത്തിലുള്ളതാണ്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലത്തിൽ ലഭിക്കുന്ന സ്വീകാര്യതയും UDF നേടുന്ന വോട്ടുമാണ് മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്ന് തീരുമാനിക്കുക. പുതിയ നേമം നിയോജക മണ്ഡലത്തിൽ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് നടന്നത്. 3 തവണയും LDF സ്ഥാനാർത്ഥിയായി V. ശിവൻകുട്ടി തന്നെയായിരുന്നു രംഗത്തിറങ്ങിയത്. 2011-ൽ O. രാജഗോപാലിനെ തോൽപ്പിച്ച ശിവൻകുട്ടി 2016-ൽ O. രാജഗോപാലിനോട് അടിയറവ് പറയേണ്ടി വന്നു. BJP-യുടെ ഈ വിജയം 5 വർഷം CPM-നെ വേട്ടയാടുകയായിരുന്നു. എന്നാൽ 2021-ൽ രാജഗോപാലിന് പകരം മത്സരിച്ച കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ച് BJP അക്കൗണ്ട് ശിവൻകുട്ടി പൂട്ടിക്കുകയായിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞതാണ് BJP-യുടെ പ്രതീക്ഷ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് രണ്ടാമതെത്തിയ രാജീവ് ചന്ദ്രശേഖരനെ
നേമത്ത് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യവും BJPക്കില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി അധ്യക്ഷനെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിൽ ഒരാലോചന BJPയിൽ ഉണ്ടാകാൻ ഇടയുണ്ടായിട്ടുമില്ല. 2016 രാജഗോപാൽ ജയിച്ചപ്പോഴുള്ള സാഹചര്യം 2021 മാറിയിട്ടുണ്ട്. വോട്ട് വിഹിതം 12% കുറഞ്ഞിട്ടുണ്ട്. ഇത് BJPക്ക് ആശങ്കയുണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. ആദ്യ 2 തെരഞ്ഞെടുപ്പിലും ഘടകകക്ഷിക്ക് നൽകാതെ കോൺഗ്രസ് മത്സരിച്ചിരുന്നെങ്കിൽ നേമത്തെ ഫലം മറ്റൊന്നാകുമായിരുന്നുവെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. 2011 17.4%, 2016 9.7% മാത്രം വോട്ട് കിട്ടിയ UDF 2021 സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തതോടെ വോട്ട് വിഹിതം 25% KS ശബരിനാഥ് മത്സരിക്കുന്നതോടെ വലിയ മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് UDF പ്രതീക്ഷിക്കുന്നത്. നേമം മണ്ഡലത്തിലെ ജനങ്ങൾക്കായി കൃത്യമായ വികസന കാഴ്ചപ്പാടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്നത്. നാടിന്റെ ഭാവി തീരുമാനിക്കേണ്ട തെരഞ്ഞെടുപ്പാണിത്. മത്സരിക്കുന്നത് MLA ആകാനോ ഒരു പദവിക്കോ വേണ്ടിയല്ല, പകരം മാറ്റം കൊണ്ടുവരാനാണെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.